കളിക്കളത്തിലെ എഴുതപ്പെട്ട നിയമങ്ങളെ പിച്ചു ചിന്തി കാൽപന്തിന്റെ കുമ്മായ ചതുരത്തിൽ സ്വന്തം സാമ്രാജ്യം തീർത്ത ഭ്രാന്തൻ പോരാളിയാണ് റെനെ ഹിഗ്വിറ്റ. കൈപ്പിടിയിൽ ഒതുങ്ങേണ്ട പന്തിനെ പരിഹസിച്ച് വായുവിൽ ഉയർന്നു ചാടി പിൻകാലുകൊണ്ട് കുത്തി നോവിക്കാൻ ഇരട്ടച്ചങ്കം മാത്രം പോരാ, മറിച്ചയാൾ ഹിഗ്വിറ്റ തന്നെയായിരിക്കണം. 1995 സെപ്റ്റംബർ 6 സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ച ആ നിമിഷം ഫുട്ബോൾ ചരിത്രത്തിന്റെ നെഞ്ചിലേക്കാണ് അയാൾ ചവിട്ടിക്കയറിയത്. ഇംഗ്ലണ്ട് താരം ജാമി റഡ്നപ്പ് തൊടുത്ത ലോങ് ഷോട്ട് ഗോൾ വലയിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ ഏതൊരു സാധാരണ ഗോളിയും അത് കൈകളിൽ ഒതുക്കുമായിരുന്നു. പക്ഷെ ആ പന്തിനെയും അതടിച്ച ജാമിയെയും ഒരുപോലെ അപമാനിച്ചുകൊണ്ട് ഹിഗ്വിറ്റ ഇരു കാലുകളിൽ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്ന് കുതിച്ചുയർന്നു. പിന്നെ കണ്ടത് സർക്കസിലെ ഒരു ട്രാപ്പീസ് കളിക്കാരന്റെ മെയ്വഴക്കമായിരുന്നു. ഉയർന്നു ചാടിയ അയാളുടെ മനസ്സിൽ പന്തിന്റെ ഗതി കൃത്യമായി അളന്നിട്ടിരുന്നു. താഴ്ന്നു വന്ന പന്തിനെ ഉയർന്നു ചാടി ശരീരം മുന്നിലേക്ക് വളച്ച് നോട്ടം പന്തിലേക്ക് തന്നെ ഉറപ്പിച്ച അയാൾ ഇരു കാലുകളും വായുവിൽ പിന്നിലേക്ക് മടക്കി. കുത്താനായി വരുന്ന ഒരു തേളിന്റെ വാലിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആ ദൃശ്യം. മുകളിലേക്ക് ഉയർന്ന കാൽപാദങ്ങൾ കൊണ്ട് അയാൾ വായുവിൽ വെച്ച് തന്നെ പന്തിനെ മർദ്ദിച്ചകറ്റി. വന്ന വഴിയെ ആ പന്ത് മടങ്ങിപ്പോയി. കളത്തിലുണ്ടായിരുന്ന മുഴുവൻ താരങ്ങളും ഗ്യാലറിയിലുണ്ടായിരുന്ന കാണികളും അമ്പരന്ന് വാ പൊളിച്ചു നിന്നു. അവർ കണ്ണുകൾ ഒന്നുകൂടി തിരുമ്മി നോക്കി. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാൽപന്തിന്റെ ചരിത്രത്തിൽ പുതിയ നിയമം എഴുതുകയായിരുന്നു ഹിഗ്വിറ്റ. കാൽപന്തിനെ ഗോളിക്ക് കാലുകൾ കൊണ്ടും അപമാനിക്കാം, അല്ലെങ്കിൽ നിലവിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാം. ഹിഗ്വിറ്റയുടെ രക്ഷാപ്രവർത്തനത്തെ റിവേഴ്സ് ബൈസിക്കിൾ കിക്കെന്നും ഹാമർ കിക്കെന്നും ചിലർ വിളിച്ചു. എന്നാൽ ലോകം അതിനെ വാഴ്ത്തി സ്കോർപിയോൺ കിക്ക്. പോസ്റ്റിന് മുന്നിൽ കാവൽ നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത ഇഷ്ടപ്പെടാത്ത പന്തുമായി മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിയോടിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. ഫ്രീ കിക്കുകളിലൂടെയും പെനാൽറ്റികളിലൂടെയും 40-ലധികം ഗോളുകൾ അടിച്ചുകൂട്ടിയ സൂപ്പർ കീപ്പർ. 1990 ലോകകപ്പിൽ ഇതിഹാസ താരം റോജൻ മില്ലയോട് പൊരുതി പിഴവ് പറ്റി വില്ലനായപ്പോഴും തോറ്റാൽ കരയണമെന്ന വ്യവസ്ഥിതിയെ പരിഹസിച്ച അയാൾ ഉറക്കെ ചിരിച്ചു. ഫുട്ബോൾ ചരിത്രത്തിൽ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത അപകടം പിടിച്ച ആ ആകാശച്ചട്ടം അദ്ദേഹത്തെ കളിയിലെ വ്യത്യസ്തനാക്കി. വിവാദങ്ങളും ജയിൽവാസവും ലഹരിയും കരിയറിൽ കരിനിഴൽ വീഴ്ത്തിയപ്പോഴും ആ ചുരുണ്ട മുടിക്കാരൻ തന്റെ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നടന്നു. 2008 തന്റെ 42-ാം വയസ്സിൽ വിരമിക്കൽ മത്സരത്തിലും ആ മാന്ത്രിക തേൾ കിക്ക് അയാൾ ആവർത്തിച്ചു. സാധാരണക്കാരനായി ജീവിക്കാൻ ആർക്കും കഴിയും, എന്നാൽ വ്യവസ്ഥിതികളോട് കലഹിച്ച് പുതിയ വഴി വെട്ടിത്തുറക്കുന്നവനെ മാത്രമേ കാലം ഓർത്തുവെക്കൂ. കാൽപന്ത് എന്നെന്നും ഓർക്കുക കളത്തിലെ ശാന്തരായ കാവൽക്കാരെയല്ല, മറിച്ച് വ്യവസ്ഥിതികളെ കാൽ കീഴിലാക്കി ഇരമ്പിയാർത്ത ഈ വിപ്ലവകാരിയെ മാത്രമായിരിക്കും. കളിക്കളത്തിൽ അദ്ദേഹം തീർത്ത ആ പൊളിച്ചെഴുത്ത് ഫുട്ബോളുള്ള കാലത്തോളം മധുരമുള്ള ഒരു വിസ്മയമായി തന്നെ നിലനിൽക്കും.